ഹലോ ഗായ്സ്, മോട്ടോക്ലച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ R15 വേർഷൻ 3 അണ്ടർബെല്ലി സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ അതായത് R15 വരുന്ന അണ്ടർബെല്ലി ഇപ്പോൾ ഊരിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ആ ഒരു LNG ബോൾട്ടാണ് ഇവിടെ വരുന്നത്. ഏകദേശം എത്ര ബോൾട്ട് ഉണ്ടോ? 4, 1, 2, 3 ബോൾട്ട് ഉണ്ട്. ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഊരി മാറ്റിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ഡ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വേർഷൻ 4 ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു അണ്ടർബെല്ലി. ഇപ്പം എന്താണ്ട് ഈ കാണുന്ന ഈ ഒരു പാർട്ട് നമ്മളിപ്പം ഡ്രില്ല് ചെയ്യണം. ഈ ഒരു പാർട്ടും അതേപോലെ തന്നെ അടിയിലും ഡ്രില്ല് ചെയ്താണ് വെക്കേണ്ടത്. അപ്പം നമ്മളിത് ചെയ്യുന്ന എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി വലിയ ധാരണയോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. ഇവിടെ മറ്റേ സ്ക്രൂ ഡ്രൈവർ ആണെന്ന് തോന്നല്ലയോ? ഓ, നല്ല ടൈറ്റ് ആയിരിക്കും. നിന്റെ തിരിപ്പ് കണ്ടിട്ട് ഓടിയോന്ന് തോന്നുന്നു. അത് പ്ലാസ്റ്റിക്കാ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അമർത്തി കഴിഞ്ഞാൽ ഒരു നെട്ടെല്ലാം വെക്കണേ. അതിനകത്ത് തന്നെ അതിനകത്തോട്ട് തന്നെ ഇട്ടേറാ. ക്ലിപ്പ് പൊട്ടാ ഊരി പഠിച്ചായിരുന്നു ഇത്. പിന്നെ ഓദ്യം കൊണ്ടാണോ? കണ്ട വീഡിയോ ഉണ്ടില്ല. ഞാൻ വീഡിയോ കാണാൻ ദിവസം ഇറങ്ങും. അതാ ഒറ്റ വീഡിയോ ഇല്ല യൂട്യൂബില്. ഹിന്ദിക്കാരന്മാരെ ഉണ്ട് മറ്റേ കമ്പിയൊക്കെ വെച്ച് കെട്ടി വെക്കുന്നത്. എക്സ്ക്യൂസ് മീ, സ്റ്റാർ തരൂ. മൈനസ് തരുമെന്നൊക്കെ. മൈനസ് മതിയോ? വലിയ മൈനസാ. ഇത് മതിയോ? ഇതെന്നാലും എന്തോത്തിന്റെ ഇതാടാ? മുട്ടായി കണ്ട് തിന്നുന്ന പാത്രമൊക്കെ ഉണ്ട്. അമ്മ ഇട്ട് വെച്ചിരുന്നത് സേഫായിട്ട്. ചെറുതല്ലേ? കൊള്ളാം. അതാ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് വരാം. ഓ, നോക്കി വണ്ടിയുടെ എഞ്ചിൻ വരെ നൂരുന്ന ലക്ഷണം ഞാൻ കാണുന്നുണ്ട്. അടിയിൽ നട്ടുവല്ലോ ആയിരിക്കും. ആണോ? ഇത് നട്ട്. ഈ നട്ടൊക്കെ ഞാൻ കിടന്നെടുക്കൂ. ഏത് കാണുന്ന ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട് നമ്മളല്ലേ? എന്താണ് നീ നോക്കുന്നത്? സോറി, ഒന്നും കൂടെ കൊണ്ടുവരൂ. ഏത്? അയ്യോ ഗൈസ്, ഇതേപോലത്തെ പ്രൊഫഷണൽ ഞങ്ങളെ ബന്ധപ്പെടുക. അയ്യോ, നെട്ടുള്ളടം ക്ലിപ്പാന്ന് പറഞ്ഞ ഒടിച്ചെടുത്തേനെ. ഓടിച്ചെന്ന് ചുരുട്ടും അത് ഒക്കോ നോക്കുന്നില്ല. മുകളില് അടിയിൽ ഏതോ ഒരു നട്ടുണ്ട്. കാണാൻ നോക്കുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു സാധനം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇനി അണ്ടർബെല്ലിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് വെക്കുന്നവരാണ് നോക്കിക്കോ. അതാണ്ടാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ നെറ്റ് ഇരിപ്പുണ്ട്. അതിന് എങ്ങനെ സ്ക്രൂ ഡ്രൈവർ ആണ്. അത് ക്ലിപ്പല്ലേടാ? എടാ, ഇത് ഈ മുകളിലൊരു ക്ലിപ്പുണ്ട്. ഈ സാധനത്തിൽ നിങ്ങളൊന്ന് താങ്ങ്. ഏത്? അത് കൂടെ കിടക്കും. ഇവിടാണോ? അതല്ല, ഇതുണ്ട്. അതിൻ്റെ അതൊന്ന് പിടിക്കും. ഓ, അത് കറങ്ങുന്നുണ്ടോ? അനക്കം പോലും ഇല്ല. കറങ്ങുന്നുണ്ട് ചെറുതായിട്ടൊന്നും കയ്യിലൊന്നും അരഞ്ഞ്. നീ പിടി, ഞാൻ ഇരിക്കാൻ. ഹേമന്തിലൊക്കെ കാണാവടാ. എന്താ പറഞ്ഞേ? പ്ലാസ്റ്റിക് നെട്ട്. അത് കറക്ക്. അതാ സീൻ. തിരിച്ചിറക്ക്. ക്ലിപ്പായിരുന്നു നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കായിരുന്നു. കറങ്ങിയോ? പക്ഷെ മേളിൽ കിടന്ന് കറങ്ങുമെന്ന് നോക്കണേ. മുകളിൽ കിടന്ന് കറങ്ങാം. ഇത് ക്ലിപ്പാടാ. ക്ലിപ്പല്ലയോ? ക്ലിപ്പാ? ഇല്ല, മറ്റേ ടൈഡ് കൂട്ടുള്ള ക്ലിപ്പായിരിക്കും. അത് താത്താ മതി. അവിടെ ക്ലിപ്പ്. എടാ, നട്ടാടാ നോക്കി. ആ ക്ലിപ്പിന്റെ അകത്ത് ആപിരിയുണ്ട്. പക്ഷെ അതങ്ങ് വലുതായി കിടക്കും. അതുകൊണ്ട് കിടന്ന് കറങ്ങുമോ? വിട്ടേ, ഈ നാല് നട്ടോട് വീട്ടിൽ പോ. അതെ, നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ എങ്ങനെ നോക്കി പൊട്ടിക്കണ നോക്കി. പ്ലാസ്റ്റിക് നെട്ടും കൂടാ. പ്രശ്നം കവറിങ്ങി കയറി കിടക്കും ഈ നെട്ട്. കുറച്ച് കഴിയുമ്പോഴേ അതിന്റെ പിരി മൊത്തം പോകും. പോയി മൊത്തത്തിൽ. അതിപ്പോ ഇനി വലിച്ചിളക്കേണ്ടി വരും. മറ്റേ കൊച്ചുവിന്റെ വണ്ടിയുടെ വയസ്സറില്ല, ഓർമ്മയുണ്ടോ? അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കല്ലേ. പിരി മൊത്തം പോയി. അതിന് എന്തോ പോവാത്ത. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹേമന്ത് കയറിയിട്ടുണ്ട് വണ്ടിയുടെ അടിയിൽ. നിങ്ങൾക്ക് നോക്കിയാൽ അയാളുടെ അപ്പുറത്തെയോ ഊരി വന്നോ? അപ്പൊ ഇത് പൊട്ടിച്ചെടുക്കാൻ തോന്നുന്നു കേട്ടോ. സിമ്പിളായിട്ട് ഊരി വന്നെങ്കിൽ
സിമ്പിളായിട്ട് ഊരി വന്നോ? സിമ്പിളായിട്ട്. ഓക്കെ. ഏതാണ് ആ സൈഡോ? അത് ഊരിയോ നീ അപ്പുറ സൈഡ്? അപ്പം ഇതിന്റെ പിരി പോയതാ. ആ പിടിച്ചു. ഹേമ അവിടെ നിന്ന് പറയുന്ന കേട്ടോ. 2 കേക്ക് തരാം. ഇതമ്മ ഊരി. ഊരിയോ? ഭയങ്കര പണിക്കാരനോ? വണ്ടി ഉണ്ടായിരുന്ന എഞ്ചിൻ ഊരിക്കായിരുന്നു. ഹേമ നമ്മുടെ വിജയം. അടുത്ത 100 രൂപ കുട്ടാതെ അങ്ങോട്ട്. ഹേമയൊക്കെ വന്ന് നോക്ക്, കട്ടി തറ കിടന്ന അവിടെ നിന്ന് വർഷം തുടങ്ങാം. നാളെ അതേ ഉള്ളു. നാളെ ഹേമ ഊരി. ഹേമ നാളെ നമുക്ക് വർഷം തുടങ്ങാടാ. ഇനി ഈ മേള തന്നെ ഇട്ട് വരില്ലല്ലേ? ഈ ഗോക്കിയാണോന്ന് ഇതെല്ലാം നശിപ്പിക്കുന്നത്? ഇവനാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇവൻ ഊരുന്ന മൊത്തം കുഴപ്പമാ. ഇത്ര നട്ടുണ്ട്, നിങ്ങൾ മറക്കരുത് ഊരുമ്പോ. കണ്ടോ ഈ 2 എണ്ണം ഇത് എവിടുന്നാ ഊരിന്നറിയാമോ? തിരിച്ച് ഹേമ തിരിച്ചിട്ടറിയാവോ? ഈ പ്രോയാന്നേ അറിഞ്ഞില്ലടാ മോനെ. എന്നാ അന്ന് ബൈക്കിന്റെ ചെയിൻ ഇടാൻ നമ്മളങ്ങ് ഇട്ടാ മതിയായിരുന്നു. നമ്മൾ ഇതിന്റെ ജോസ്റ്റിയുടെ ഊരിയത്, ടയർ ഊരിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൊണ്ട് ടയർ മാറി ടയറുകാരന്മാർ സ്ക്രാച്ച് ആക്കി വെച്ചേക്കുന്ന ഈ ഫുള്ള്. ഇതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കിടപ്പുണ്ട്, പക്ഷെ ഫുള്ള് കിട്ടിയില്ലായിരുന്നു. അവസാനം വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ടൈം ലാപ്സ് ആയിപ്പോയി. ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടാറുണ്ട്. ഓക്കെ, ഇതിന് അണ്ടർബെല്ലി ഇല്ലാത്തതാണെന്ന് തോന്നുന്നു കേട്ടോ ലുക്ക്. ഓക്കെ, പൊന്നുപോലെ നോക്കണം. അറിഞ്ഞു കയറി ബമ്പിനകത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ അണ്ടർബെല്ലി അവിടെ ഇരിക്കും. ഇവനായോണ്ട് പിന്നെ പൊട്ടുവെന്ന് ഉറപ്പാ. അണ്ടർബെല്ലി ഇല്ലാതെ ഓടിക്കുന്നതാന്ന് തോന്നുന്നു സെറ്റ് കേട്ടോ. ആരെങ്കിലും ദിവസം ട്രാക്കിൽ പോകുന്ന ആളാണ്. വീട്ടിൽ നിന്ന് പാല് മേടിക്കാൻ ഞാൻ ഫുള്ളി വണ്ടി ട്രാക്ക് യൂസ് ആണ്. കട്ടിയേണ്ടി വരും. ലുക്ക് ഞാനത് വെക്കുന്നുണ്ട്. ഞാനത് ചുമ്മാ ഇതാണ് നമ്മുടെ ഹേമന്ത് ഷാജി. ഇത് ഗോകുൽ ശിവൻ. നമ്മുടെ ഈ വണ്ടിയുടെ ബ്രേക്ക് ഇന്നാൾ തട്ടിയപ്പോഴത്തേന് താണ്ട് ഇവിടെ കുറച്ചുണ്ട്. ഈ പെഡലും കാര്യങ്ങളൊക്കെ വളഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സാധനം വെക്കാനൊക്കത്തില്ല. കാരണം ഈ ഒരു ഗ്യാപ്പുണ്ട് ഈ അണ്ടർബെല്ലിയുടെ. അത് ഇതുവഴി നമ്മൾ വേണ്ട ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ തട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിവർ മാറിയാലേ ഇനി ഇത് വെക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കമ്പിയൊക്കെ വെച്ച് പിടിച്ച് നോക്കട്ടെ 100 രൂപ. ഗായ്സ് ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ആ ഒരു ബ്രേക്ക് ലിവറിൻ്റെ കാര്യം. അതിപ്പോൾ നമ്മൾ ഒരു ലയത്തിൽ കൊണ്ട് ഇതാണ്ട് ഈ ഒരു ലിവർ ജസ്റ്റ് സൈഡിലോട്ടാക്കി. ഇപ്പം അത് വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. അടിയിൽ ആ ക്ലിപ്പും കൂടി ഇടുമ്പോൾ ഇത് കുറച്ചുകൂടെ അടിയിലോട്ട് സെറ്റായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ വണ്ടിയുടെ ലിവറൊക്കെ ഇങ്ങനെ ബെൻഡായിട്ട് ഇരിപ്പണമെങ്കിൽ ഇത് വെക്കാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലിവറിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് സാധനം വെക്കാൻ വേണ്ടി തുടങ്ങുക, അല്ല ഞങ്ങളുടെ കൂട്ട് പെടും. പണിയെടുക്കത്തിന് ഏപ്പം നമ്മളെ കേക്ക് തന്ന മയക്കി. ഓ പക്ഷേ ലുക്ക് കേട്ടോ സാധനം ഇരുന്ന അതൊരു ചോദിച്ചില്ല. ഇപ്പൊ നീ എന്താ ചെയ്യുന്നേ? താഴെ കേറ്റിടാൻ ക്ലിപ്പുണ്ടോ? എന്താ ഞാൻ പറയാതെ എന്താ അത് ഇങ്ങനെ ഇരിക്കുമോ നോക്കിട്ട് അവിടെ ഒരു നെറ്റ് സ്ക്രാച്ചിലുണ്ട്. ഓഹോ സ്ക്രാച്ച് നമ്മൾ മൊത്തം ആക്കിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട്. എടാ പൊള്ളും കേട്ടാ ഹേമ, നേരത്തെ കൂടി ചെള്ള ചേർത്ത് വെച്ച് കിടക്കരുത്. അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. ഇവിടെ കേറ്റി വെച്ച് പക്ഷെ നട്ടിട്ട് മുറുക്കണം. അത് നമുക്ക് നെട്ടൊന്നും വേണ്ട. ഈ സാധനം ഈ റബ്ബറില്ലേ അതങ്ങ് ഇളക്കി കളയാം. എന്നിട്ട് മറ്റേ സാധനം ഇറക്കാം. ഇറക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സാധനം ഇല്ലേ മറ്റേ നട്ടിടാനോ? ഇവിടെ ഇടാം. ഒരു കാര്യം പറഞ്ഞേ, ആ നട്ടിന്റെ പിരി കയറുന്നതേ ആ ക്ലിപ്പില്. എടാ പന്നി അതല്ല, നമ്മൾ അതിനെ മറ്റവനെ തൊടണ്ട. ഫ്രണ്ടിൽ അവ ഇരുന്നാലും ഇത് ഇളകി പോവില്ല. ഈ അണ്ടർബെല്ലിക്ക് ഇവനെ ഒന്നും ചെയ്യണ്ട. ഇവ അങ്ങനെ ഇരുന്നോട്ടെ. ഇവ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഇവനെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ ആടി ഉലയത്തൊന്നുമില്ല. ഇവന് ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ അവനെ എടുത്തിട്ട് ഇവിടെ ഈ 2 അണ്ടർബെല്ലികളും തമ്മിൽ ഒരു നെട്ടിട്ടങ്ങ് കൊടുക്കും. ഓ അങ്ങനെ കേറുവോ? ഇത് കേറുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് നമ്മൾ ലേറ്റിൽ വരെ പോയി. ഗോക്കിയുടെ ആ മുഖത്ത് ആ ഒരു പ്രസന്നത വീണ്ടും തിരിച്ചു വന്നു. ഇനി ഗോക്കി ഗായ്സ് ഇപ്പൊ നമ്മൾ നമ്മുടെ അണ്ടർബെല്ലി ഡ്രില്ല് ചെയ്യുകയാണ്. അതായത് ആ ഫ്രണ്ടിലത്തെ നട്ടിന്റെ ആ ഭാഗം മൊത്തം നമ്മളിപ്പോൾ ഡ്രില്ല് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കറക്റ്റ്. എടാ ഇതിൽ കയറില്ല, മാർബിളിൽ കയറരുത്. എടാ ഇങ്ങനെ പിടിച്ചാൽ മതി. നിങ്ങളിങ്ങനെ പേടിക്കാതിരിക്കും. ഇവന് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇന്ന് തലയിൽ കൂടെ വാൻ കയറ്റും.
ഇതിൽ ഏതാ മാർക്ക്? അതോ അതോ അത് അത് കേറും. ഇവിടെ കുറച്ച് പൊടിയൊക്കെ ആവും, വെള്ളപ്പൊടി. അത് സീനൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇത്ര ഉള്ള ഡ്രില്ല് ചെയ്യില്ല. എന്റെ എല്ലാം പോയെന്ന് ഞാനും വിചാരിച്ചു. സൂക്ഷിച്ച് അത് മതി. ആണ്ട പെർഫെക്റ്റ്. ഓക്കെ. ഗോക്കി എന്തോടെ ഡ്രില്ലറാണോ? നട്ടോ അല്ല, അത് സീനില്ല. ഓ വൃത്തിയാക്കുമായിരിക്കും. നല്ലൊരു അളവ്. നീ മറ്റേ നമ്മള് വാങ്ങിയ നട്ടിട്. വേറൊരു പ്രശ്നമുണ്ട്. എന്തോ? അല്ല, ഞാൻ വാങ്ങിയ നെട്ടിന്റെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. നട്ടെന്ത്? ഇങ്ങനെയുള്ള ഇത് ഒരു വാഷറോ അല്ലെ രണ്ട് എന്തെങ്കിലും കട്ടിയുള്ള പേപ്പർ. ഇത് മതിരാ മതിയല്ലേ ഗായ്സ്? അപ്പോൾ നിങ്ങൾക്കിപ്പം കണ്ടാണ്ടോ ഇതേപോലെ നമ്മൾ ഹോള് കറക്റ്റിന് ആ ഒരു ഭാഗം നോക്കിയിടണം. ഇതിപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഈ ഒരു ഹോൾ അടിച്ചേക്കുന്നത്. അത് നമ്മുടെ ഈ അണ്ടർബെല്ലിന്റെ അടിയിൽ നമ്മൾ ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ എന്താ പറയണ്ട ഇങ്ങനെ ഇളകി കളിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇപ്പോൾ നമ്മളിട്ട ഹോൾ. അത് നിങ്ങൾ കറക്റ്റ് എല്ലാവരും മാർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് വെക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇടുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇത് വെക്കുന്ന സമയത്ത് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആവാനും ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ ഡ്രില്ലടി മോനെ. അവിടെ തന്നെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടുണ്ടായത്. അല്ല, അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. ഓക്കെ. അതോ നല്ല കട്ടിയോടാടാ, നല്ല കട്ടി. നട്ടിടുന്നോണ്ടായിരിക്കും അവിടെ വെച്ചാൽ ഓടി. അതുകൊണ്ടാ നട്ടിടുന്ന ഭാഗമെല്ലാം നല്ല കട്ടിക്കല്ലേ ഉണ്ടാക്കുന്നേ. ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് തന്നെ കറക്റ്റാ. ഓ ഇത് പഠിച്ചല്ലോ എല്ലാം. നോക്കി നാളെ തന്നെ കളയാ. എടാ ഇത് എന്താ വെച്ചുണ്ടാക്കിയതാന്ന് പറഞ്ഞേ? ഗ്ലാസ് വൂള്. ഹേമയുടെ അച്ഛൻ വന്നില്ല, നമ്മൾ ഇതും വിശ്വസിച്ച് പറഞ്ഞ് നാട്ടുകാരെല്ലാം അടച്ച് ഇത്. ഓ ഈ വലുതൊക്കെ അല്ല, രണ്ട് വലുത്. നിന്റെ വലിയ നെട്ടിന്റെ അളവാണോ ഇത്? വലുതൊക്കെ ഇവിടെ ഇല്ലയോ? അല്ല, ചെറുതൊക്കെയാണ്. അപ്പൊ ഇവിടെ ഗായ്സ് ഇനി നമ്മൾ നമ്മുടെ വണ്ടിയുടെ അപ്പുറത്തെ സൈഡിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇവിടെ നമ്മൾ കയറ്റുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്റ്റാൻഡിൻ്റെ അതിനകത്തൂടെ കയറ്റാൻ അവരോട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, അത് നോക്കി ചെയ്താൽ മതി. പക്ഷേ അപ്പുറത്തെ സൈഡാണെന്നോ അല്ലേ കൂടുതൽ പാട് വെക്കാൻ. നല്ല പണി. ആ ഒരു ബ്രേക്കിൻ്റെ ലിവറും അതേപോലെ നമ്മൾ വാങ്ങുന്ന നട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇപ്പം അത് വീണ്ടും ഞങ്ങൾ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ര നേരത്തെ എക്സ്പീരിയൻസ്? നടുപോയോ? ഇനിയാണ് തീക്കളി. ഏത്? അവിടെ മാത്രമേ ആയിട്ടുള്ള ഇപ്പൊ ഇവിടെ എല്ലാം. റിവർ വ്യൂ എന്നാണ് അതിന്റെ പേര്. ഇന്നലെ വെള്ളം കയറിയില്ലേ? വെള്ളം കയറിയാൽ റിവർ അല്ലേ? കൊറേ റിവറോ അല്ല, സാധാരണ ആൾക്കാർ വീട്ടുകാരൊക്കെ ഹേമ മന്ദിരം മലയാളികൾ സാറിന് അങ്ങനെ റിവർ വ്യൂ മലയാളികളല്ല, അമേരിക്കക്കാരാ. സൗത്ത് ആഫ്രിക്ക ഇവനെ കാണാൻ ഗെയിലിന്റെ അനിയാ. മാറിക്കൊത്തരുത്. ഓ പെട്ടെന്ന് ഒച്ചൊന്ന് കറക്കി പ്രോയെന്ന് വന്നോട്ടോ. ഓക്കെ അടുത്ത തടി കുഴപ്പമില്ല. ഹേമയ്ക്ക് കട്ടളൊക്കെ ഉള്ളതല്ലോ. ഒന്നൂടെ ഇനി എന്താ ചെയ്യുന്നേ? കഴിഞ്ഞോ? ഇത് കഴിയാറായോ? നോക്കി ഇത് കഴിയാറായോ? ഇന്ന് എനിക്കപ്പോ ഫുള്ളി ഔട്ട്ലുക്ക് കാണിക്കല്ലേ? ആനയുടെ മണ്ടയിലാണോ നീ കയറിയിരുന്നത്? എല്ലാം കിട്ടിയിട്ടുണ്ട്, എല്ലാം ഞാൻ ഇടും. അവന്റെ സ്റ്റൂള് വേണ്ട, ഞാൻ തറയിൽ ഇരുന്നേ പണിയോന്ന് പറഞ്ഞവനെ സംസാരിക്കരുത് എന്റെ നമ്പർ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇതൊക്കെ മാറ്റണമായിരുന്നു. ലിയോ വെൽഡിങ് അത് ഭയങ്കര വൃത്തിയേടാ. അത് ഒരുമാതിരി വണ്ടി ഇടിച്ച് ചേസ് വെന്റായി ഓട്ടിച്ചോണ്ടിരിക്കുന്നു.
അതിന്റെ ഒരു ഫിനിഷിങ് അറിയത്തില്ല പെട്ടെന്ന്. ഇതിങ്ങനെ ചുമ്മാ അടിച്ചങ്ങ് വെച്ച് സ്ട്രൈറ്റ് ഭാഗമായോണ്ട് ഇതൊക്കെ ഒരച്ചങ്ങ് അവർക്ക് റെഡി ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അണ്ടർബെല്ലിയുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വണ്ടി നിങ്ങൾക്ക് നോക്കി തന്നെ അത്യാവശ്യം നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അതായത് അടിഭാഗം നിങ്ങൾക്ക് നോക്കി തന്നെ വണ്ടി കുറച്ച് എന്താ പറയുക, ആ ഒരു ലോവർ ആയ രീതിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം. ഇവിടെ ഡ്രില്ലൊന്നും ചെയ്തില്ല, ഡ്രില്ല് ചെയ്യേണ്ടെന്ന് തോന്നിയാൽ, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നട്ടും കാര്യങ്ങളും ഇട്ടപ്പോഴത്തേന് തന്നെ നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ ഇവിടെ അങ്ങനെ നമുക്ക് നട്ടും കാര്യങ്ങളൊന്നും വേറെ ഇടാനൊക്കത്തില്ല. ഇവിടെ അല്ലാതെ ആ ഒരു എന്താ പറയണ്ടേ, ആ ഒരു അണ്ടർബെല്ലിക്കകത്ത് വേറെ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നട്ടും കാര്യങ്ങളൊന്നും ഇടാൻ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ. പക്ഷേ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു നട്ടും കാര്യങ്ങളൊക്കെ ഇടാം. നിങ്ങൾക്കിപ്പോൾ വണ്ടിയുടെ ലുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഭീകര ലുക്കായിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയണ്ടത്, ആ ഒരു ബൾക്കായിട്ടുണ്ട് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. ഇതിൻ്റെ വില ഞാനിപ്പം കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഞാൻ മാസ്കും ബെല്ലിയും കൂടെ കോംബോ ഓഫറിന് വാങ്ങിയതാണ്. എനിക്ക് രണ്ടും കൂടെ 2,200 കിട്ടി. 2,200. ഓ, ഇത് വെക്കാൻ നമ്മൾ തന്നെ വെച്ചോണ്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന്റെ പുതിയ എഡിഷൻ ഏതായിരുന്നു? 5.0. അതിന് കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയല്ലേ? ഇത് വാങ്ങാനുള്ള കാരണം എന്തുവാ? വെറുതെ വാങ്ങാലോ. ഓ, അങ്ങനെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അല്ലെങ്കിൽ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട്, ചെറിയൊരു വ്ളോഗായിട്ട് കണ്ടാൽ മതി, അല്ലാതെ വലിയ വീഡിയോ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട ഗായ്സ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണ് വരെ ബൈ. Rave.